കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും റൈസ് ഐറ്റംസ് കാണിക്കാനായിട്ട്. അപ്പം ഞാനിപ്പം ബിരിയാണി പല ടൈപ്പ് ബിരിയാണീസ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം പുലാവ് ആണെങ്കിൽ നവരത്ന പുലാവ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇന്നിപ്പം ഒരു വെജിറ്റേറിയൻ പുലാവ് ആവട്ടെ എന്ന് വിചാരിച്ചു. ഈ പുലാവിൻ്റെ കൂടെ നമുക്ക് ഏത് വെജിറ്റേറിയൻ കറി വേണമെങ്കിലും, ഇപ്പം പനീർ കറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പം ഏത് വേണമെങ്കിലും പറ്റും. അതേപോലെ ഇപ്പം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്കാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും എല്ലാം പറ്റുന്നതാണ്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ, കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ റൈത്തയും പപ്പടവും പിന്നെ പിക്കിളും മതി. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പുലാവ് കഴിക്കാൻ പറ്റും. ഇതിൽ തന്നെ, കാരണം ഇതിനകത്ത് തന്നെ പച്ചമുളകിൻ്റെ എരിവും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചൊരു എരിവും കൂടി ഉള്ളതാണ്. ഇപ്പം ആ ഒരു റൈത്തയുടെ ഒരു കോമ്പിനേഷൻ നന്നായിരിക്കും. പിന്നെ ഇതിപ്പം നമുക്കിപ്പം ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാനാണെങ്കിൽ ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് ഇപ്പോൾ രാവിലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഉള്ളി, ഇപ്പം ഞാൻ ഇതിനകത്ത് ഉള്ളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പം ഇതിപ്പം നമുക്ക് തലേ ദിവസം ഇത് വഴട്ടാതെ തന്നെ എല്ലാം കൂടെ ഒന്ന് അരയ്ക്കണം. അപ്പം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ സ്പൈസസും കൂടെ പറയുന്നുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇതേപോലെ തന്നെ വെജിറ്റബിൾസ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഇത് രാവിലെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയിട്ട്, പിന്നെ ആദ്യം ഈ പേസ്റ്റ് ഒന്ന് വഴട്ട്, അത് കഴിഞ്ഞിട്ട് ഈ വെജിറ്റബിൾസ് ഇട്ട് പിന്നെ റൈസ് ഉണ്ടാക്കാം. അപ്പം പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് രാവിലത്തെ ലഞ്ച് ബോക്സ് റെഡി ആവും. അപ്പോൾ ഇനി നമ്മളുടെ വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. നമ്മളുടെ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഞാനൊരു പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇത് കുക്കറിലാണെങ്കിൽ കുക്കർ വെച്ചാൽ മതി. അപ്പം ഒറ്റ ഒരു പാത്രത്തിലാണ്, നമ്മളിപ്പം വേറെ ഒരു പാത്രം ഒന്നും വേണ്ട, ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ പുലാവ് ഉണ്ടാക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, നമ്മുടെ വെജിറ്റബിൾ ഓയിലും, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും. അതിപ്പം നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ മാത്രം എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇട്ടാൽ മതി. അപ്പം ഞാൻ കുട്ടികൾക്കും കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ടത്. അപ്പോൾ എണ്ണയും നെയ്യും ഒക്കെ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഒന്ന് ഇടണം. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ ബേ ലീഫ്, എൻ്റെ കയ്യിൽ വലുതില്ലായിരുന്നു, അതുകൊണ്ട് ചെറുതൊരു 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിനമൺ സ്റ്റിക്ക്, കറുവാപ്പട്ട സ്റ്റിക്ക് 2 എണ്ണം, 1 ഇഞ്ച് നീളത്തിലുള്ള 2 എണ്ണം. പിന്നെ കരയാമ്പൂ ഒരു 4 എണ്ണം, ഏലക്ക, കറുത്ത ഏലക്ക 1, പച്ച ഏലക്ക 4 എണ്ണം, പിന്നെ കമ്മൽ സ്റ്റാർ അനൈസ് 1, മെയ്സ് ഒരു ചെറിയ കഷ്ണം, പിന്നെ ഷാജീരയാണ് എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ പെരിഞ്ജീരകം ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ, നട്ട്മെഗ് പൗഡർ, നമ്മുടെ ജാതിക്കയുടെ പൊടിയില്ലേ അത് 1 പിഞ്ച്, ഇത് സ്റ്റോൺ ഫ്ലവർ, അതും 1 പിഞ്ച് മതി. ഇത് ഷോപ്സിലൊക്കെ കിട്ടും, സ്റ്റോൺ ഫ്ലവർ എന്ന് പറഞ്ഞ് തന്നെ കിട്ടും. എണ്ണ ഒന്ന് ചൂടായി, ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇടാം. ഷാജീര, പെരുംജീരകം, സ്റ്റോൺ ഫ്ലവറിൻ്റെ കുറച്ച്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്കിപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നു. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ലോയിൽ നിന്ന് മീഡിയത്തിലേക്കാക്കി. ഇനിയും ഇതിലേക്ക് സവോള ഒരു മീഡിയം സൈസ് സവോളയും അതേപോലെ 2 പച്ചമുളകും. ഇത് ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. നോർമലി നമ്മളുടെ പുലാവിനൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ ബിരിയാണിക്കും പുലാവിനും ഒക്കെ സ്ലൈസ് ചെയ്തല്ലേ എടുക്കുക. അതുപോലെ ഒന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവോള ഒന്നൊരു ഗോൾഡൻ കളറാവണം. ഈ പുലാവ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം രാവിലെ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ടിഫിന് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
അപ്പം ഒരു മസാല ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അപ്പം ഇതിൻ്റെ ഒരു പേസ്റ്റാണ്. ഇത് വഴട്ടൊന്നും വേണ്ട. നമ്മൾ ഉള്ളിയും ഇതിൻ്റെ ഈ എല്ലാ സ്പൈസസും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ, പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ഇതൊന്നും എടുത്ത് എണ്ണയിൽ വഴട്ടിയിട്ട് പിന്നെ ബാക്കി വെജിറ്റബിളും കൂടി ഇട്ടൊന്ന് ബാക്കി പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്നാവും. അല്ലെങ്കിൽ രാവിലെ നമ്മളിതെല്ലാം അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് സമയമാവില്ലേ. അപ്പം ഉള്ളി ഒരു 5 മിനിറ്റോളം ഞാൻ വഴട്ടി. ഇനി ഇതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾസ്. അപ്പം ഞാൻ പിന്നെ പൊട്ടാറ്റോ, ബീൻസ്, പിന്നെ ക്യാരറ്റ്, അതേപോലെ ഗ്രീൻ പീസ്, ഇതെല്ലാം കൂടെ ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ക്വാണ്ടിറ്റി നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾസ് കൂടുതൽ പുലാവിൽ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുതിനയില, മിൻറ്റ് ലീവ്സും കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞ് അതും നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ അങ്ങോട്ട് ഇടാം. ഇനി ഈ വെജിറ്റബിൾസും മിൻറ്റ് ലീവ്സും ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റണം. അപ്പം നിങ്ങൾക്ക് ഹോൾ സ്പൈസസിൽ ഇപ്പം സ്റ്റോൺ ഫ്ലവർ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് വേണ്ട കേട്ടോ. ഇതെല്ലാം ഇട്ടാൽ ഇപ്പം സ്റ്റോൺ ഫ്ലവറും അതേപോലെ കുറച്ച് നമ്മുടെ നട്ട്മെഗ് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുലാവ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഗ്രീൻ പീസ്, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ അത് ഇടാം. അതല്ലെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒരു 2-3 മിനിറ്റ് വഴട്ടി. ഇനിയും ഇതിലേക്ക് ഇപ്പം ഞാൻ 1.5 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പം അതിനായിട്ട് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഗ്രീൻ പീസ്, ഞാൻ പാക്കറ്റിലുള്ള ഗ്രീൻ പീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ പീസ് വേവിച്ച വെള്ളം കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു. 1:2 ആണ് ഇട്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പം കുറച്ച് കൂടുതലായിട്ട് ഇടാം. നമുക്ക് ആ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ഇരിക്കട്ടെ. കാരണം നമ്മൾ ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ റൈസും കൂടി ഇട്ട് വേവിക്കുമ്പം റൈസിലേക്ക് ഉപ്പ് പിടിക്കണം. അപ്പം അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് പുലാവ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് റൈസിലേക്കെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് കുറവായിരിക്കും. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഇതിനകത്ത് ഞാനിപ്പം 1.5 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഞാനൊരു അരമണിക്കൂറോളം വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അപ്പം അരി എന്തിനാണ് നമ്മൾ സോക്ക് ചെയ്ത് ഇടുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇപ്പം ബിരിയാണി ആണെങ്കിലും അത് പുലാവാണ് എന്താണെങ്കിലും ആ റൈസ് അങ്ങോട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പം അതിനായിട്ടാണ് അതൊന്ന് സോക്ക് ചെയ്ത് ശരിക്കും ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം. ഇതിനകത്തുള്ള ആ സ്റ്റാർച്ചെല്ലാം മാറാനായിട്ട്. അപ്പോൾ വെള്ളം തിളച്ചു. ഇതിനകത്തേക്ക് നമ്മളുടെ അരി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കുക, എന്നിട്ടിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതിനകത്ത് ഞാനിപ്പം അരി, നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുമ്പം അരി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാറുണ്ട്. പക്ഷെ പുലാവിന് ഞാൻ അങ്ങനെ ഇടാറില്ല. കാരണം ഒരു പ്രാവശ്യം അങ്ങനെ ഇട്ടപ്പോൾ അരി അങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു നീണ്ട ആ ഒരു ഭംഗിയിൽ റൈസ് കിടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം അത് ഫ്രൈ ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് ഇടുക ചെയ്യണം. പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം എന്നിട്ട് 10 മിനിറ്റായി. അപ്പോൾ പുലാവൊക്കെ ആയിട്ടുണ്ടാവും. നമ്മുടെ ചോറൊക്കെ വെന്തു. ഇനിയും ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഗസ്റ്റ് വരികയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് കൊടുത്തൂടെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അതേപോലെ കറി ആൻഡ് സ്പൈസസ് രഞ്ജൂസോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.